വയനാട്ടിലെ ഏക ഭാഷാ ന്യൂനപക്ഷ വാർഡായ തവിഞ്ഞാൽ പഞ്ചായത്തിലെ കൈതക്കൊല്ലിയിൽ ഇത്തവണ നടക്കുന്നത് വാശിയേറെ പോരാട്ടം തന്നെയാണ്. തമിഴ് വോട്ടർമാർക്ക് നിർണായക സ്വാധീനമുള്ള ഇവിടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ശ്രീലങ്കൻ അഭയാർത്ഥികൾ ഉൾപ്പെടെയുള്ള തമിഴ് വോട്ടർമാർക്ക് നിർണായക സ്വാധീനമുള്ള മേഖലയാണ് തവിഞ്ഞാൽ പഞ്ചായത്തിലെ 6ാം വാർഡായ കൈതക്കൊല്ലി. LDF, UDF, NDA സ്ഥാനാർത്ഥികൾക്ക് പുറമെ 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇവിടെ മത്സരിക്കുന്നു. മാധ്യമപ്രവർത്തകനായ സുരേഷ് തലപ്പുഴയാണ് LDF സ്ഥാനാർത്ഥി. ജോലിയുടെ ഭാഗമായി നടത്തിയ സാമൂഹ്യ ഇടപെടലുകൾ തെരഞ്ഞെടുപ്പിൽ മുതൽക്കൂട്ടായി മാറുമെന്നാണ് സുരേഷിന്റെ കണക്കുകൂട്ടൽ. ഞാൻ ഈ നാട്ടുകാരൻ എന്ന നിലയിൽ കൂടി ഇവിടുത്തെ മുഴുവൻ പ്രശ്നങ്ങൾക്കും നേരിട്ട് അറിയുന്ന ഒരാളെന്ന നിലക്ക് തീർച്ചയായും ഒരു മുൻഗണന എനിക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ജോസ് പാറയ്ക്കലാണ് UDF സ്ഥാനാർത്ഥി. ഞാനൊരു 10-25 കൊല്ലമായിട്ട് സജീവ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ഞാനിതുവരെ ഇലക്ഷൻ ഫീൽഡിലൊന്നും മത്സരിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. എന്നാൽ പോലും ഞാൻ ഈ വരുന്ന 5 വർഷം ഇവരുടെ കൂടെ ഇവരെന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ഇവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇരു മുന്നണികൾക്കുമെതിരെ പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകനായ വിജയകുമാർ സ്വതന്ത്രനായി മത്സരിക്കുന്നു. നേതാക്കന്മാർ സ്ഥാനങ്ങൾ കിട്ടിയതിന് ശേഷം എനിക്കൊരു അവസരം തരൂ, ഞങ്ങൾ പ്രവർത്തിച്ച് കാണിക്കാമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചത് അങ്ങനെയല്ല. ഞാൻ ആദ്യം തന്നെ പ്രവർത്തിച്ച് കാണിച്ചതായ ഒരു പരിചയം ജനങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. തമിഴ് വോട്ടർമാരുൾപ്പെടെയുള്ളവർക്കിടയിലെ നിർണായക സ്വാധീനം വോട്ടായി മാറുമെന്നാണ് വിജയകുമാറിന്റെ പ്രതീക്ഷ. എല്ലാവർക്കും കൂട്ടുകാരൻ, ഉണ്മയുള്ള വേളക്കാരൻ, നന്മ ചെയ്യും മനസ്സുകാരൻ, ഉങ്ങൾക്ക് ഉറവുകാരൻ, എല്ലാവർക്കും സ്വന്തക്കാരൻ. മാതൃഭൂമി ന്യൂസ്, വയനാട്.